നമസ്കാരം, ഞാൻ ഡോക്ടർ ബിസ്മിത. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയ്ഡ്സിനെ കുറിച്ചാണ്. വേൾഡ് എയ്ഡ്സ് ഡേ എന്ന് പറയുന്നത് ഡിസംബർ 1 ആണ്. ഈ ഒരു വീക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരാളം സെമിനാർസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025 കണക്കെടുക്കുകയാണെങ്കിൽ തന്നെ വളരെയധികം HIV പേഷ്യൻസ് കൂടി വരുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമാണിത്. സെക്ഷലി പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കാതിരിക്കുകയും ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സുമായിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റീസും എല്ലാം ഇതിന് കാരണങ്ങളാണ്. ശരീരത്തിൽ വിവിധ രോഗാണുക്കളെ ചെറുത്ത് നിൽക്കാൻ സഹായിക്കുന്ന ലസിക കോശങ്ങളെയാണ് ഇതിന്റെ രോഗാണു ആദ്യമായി തന്നെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ HIV അഫക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് പ്രോപ്പർ ആയിട്ടുള്ള കെയറും കാര്യങ്ങളും മെഡിസിൻസും എടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ഷയരോഗം, ക്യാൻസർ പോലുള്ള മാരകമായ രോഗത്തിൽ വരെ കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു രോഗത്തിന് പ്രധാനമായും 4 ഘട്ടങ്ങളാണുള്ളത്. ആദ്യത്തെ ഘട്ടവും രണ്ടാമത്തെ ഘട്ടവും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്നതാണ്. എന്നാൽ മൂന്നാമത്തെ ഘട്ടത്തിൽ കഴല് വീക്കം അഥവാ അബ്സസ് പോലുള്ള കണ്ടീഷൻസ് വിവിധ ഭാഗങ്ങളിലായി ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. 4ാം ഘട്ടത്തിലേക്ക് രോഗി പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ സിംറ്റംസോടു കൂടി തീർത്തും രോഗി അവശതയിലേക്ക് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. തലവേദന, പനി, ക്ഷീണം, തളർച്ച, മാംസപേശികൾക്കുള്ള വേദന, വയറിളക്കം, ചുഴലി, വെട്ടൽ, ബോധക്ഷയം, ക്ഷീണം, ശരീരത്തിൽ മെലിച്ചിലുണ്ടാകുക, ഇങ്ങനെ ധാരാളം സിംറ്റംസ് ആ രോഗികൾക്കുണ്ടാകുന്നു. ഇതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. സുരക്ഷിതമായിട്ടുള്ള ലൈംഗിക വീഴ്ച തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കരുതൽ എന്ന് പറയുന്നത്. കൂടാതെ അണുവിമുക്തമാക്കാത്ത സൂചികൾ തീർത്തും ഉപയോഗിക്കാതിരിക്കുക. രക്തദാനത്തിൽ ഏർപ്പെടുമ്പോൾ ഡോണറും റിസീവറും തീർത്തും ആരോഗ്യത്തെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ഇതിന് ചികിത്സയില്ല എന്നൊരു ധാരണ പൊതുവെയുണ്ട്. അത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ്. ആയുർവേദത്തിലും മറ്റു മെഡിസിൻസിലും ഇതിന് വേണ്ടിയിട്ട് ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. സൂര്യപ്രഭ രസായനം, സൂര്യമൊത്തുപ്പാവ്, ഗുൽക്കുലു തിക്തകം, മധുസ്നൂഹി തുടങ്ങി ധാരാളം മരുന്നുകൾ അവൈലബിൾ ആണ്. എന്നാൽ ഈ മരുന്നുകൾ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഈ പ്രശ്നം തിരിച്ചറിഞ്ഞു തുടങ്ങിയാൽ തുടക്കത്തിലെ തന്നെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശരിയായ അനുപാതത്തിലും ശരിയായ കോമ്പിനേഷനിലും എടുത്താൽ മാത്രമേ ഇതുകൊണ്ട് നിങ്ങൾക്ക് ബലമുണ്ടാകുകയുള്ളൂ. എയ്ഡ്സുമായി റിലേറ്റ് ചെയ്തുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.